ഈ കാണുന്ന ഓരോ മീനും 10 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ളതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് പീസാക്കി നൽകുന്നതുമാണ്. ഞങ്ങളെന്നൊരു മീൻ മേടിക്കാനായിട്ട് പോവാണ്. മീൻ മേടിക്കാനായിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്താ എത്ര പ്രത്യേകത എന്ന് ഓർക്കും. പക്ഷേ പ്രത്യേകതയുണ്ട്. ബുക്ക് ചെയ്തിട്ടുണ്ടോ? ആണോ? ഏത് മീനാണ്? കട്ട്ലയല്ലേ? അപ്പോൾ അവിടെ ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിക്ക് കട്ട്ല ഞങ്ങൾ പീസാക്കി മേടിച്ചുകൊണ്ടിരാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് പാറേമാവ് ഫോറസ്റ്റ് സ്റ്റേഷന് എതിർവശം മീൻ വിൽക്കുന്ന ഒരിടമാണ്. നമ്മൾ പല സ്ഥലത്തും മീൻ വിൽക്കുന്ന ഇടം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ശുദ്ധമായ ഒരു മീൻ ഇടുക്കി ജില്ലയിൽ കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അന്നന്ന് പിടിക്കുന്ന മീനുകൾ അപ്പോൾ തന്നെ ഇവിടെ പീസായിട്ടും കട്ട്ല പോലെയുള്ള പല ഇനം മീനുകൾ കിട്ടുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ തേന്, വനവിഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പും ഇവർ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. ബാ. ഞങ്ങൾ കുറച്ച് താമസിച്ചു പോയതിനാൽ ഇവിടെ ലഭ്യമായിട്ടുള്ള മീനുകൾ 90% വിറ്റുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളത് കട്ട്ല ഇനത്തിൽപ്പെട്ട മീനുകളാണ്. ഇവയാണെങ്കിൽ 10 കിലോയ്ക്ക് മേലെ ഉണ്ട് താനും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പീസായിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെ അവരെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. വനവിഭവങ്ങൾ വിൽക്കുന്ന എക്കോ ഷോപ്പും അതോടൊപ്പം ട്രെക്കിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടറുമെല്ലാം ഇതോടൊപ്പം തന്നെ ഈ ഒരു കഫ്റ്റീരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. ചേട്ടാ, ഞങ്ങളിവിടെ വന്ന് മീനൊക്കെ വാങ്ങിച്ചു. നല്ല മീൻ ഇടുക്കി ജില്ലയിൽ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മീനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഡാമിലെ മീനാണല്ലോ. ഡാമിലെ മീനിൽ ഇത്രയും ഡാമുള്ളതിനകത്ത് ഇടുക്കിയിലുള്ള ഡാമിലെ ഏറ്റവും നല്ല മീൻ എന്ന് പറയുന്നത് ശുദ്ധമായ മീൻ ഇടുക്കി ഡാമിലെ മീനാണ്. ടേസ്റ്റുള്ള മീൻ ഇടുക്കി ഡാമിലെ മീനാണ്. ബാക്കി കക്കി ഡാം അങ്ങനെയുള്ള ഡാമിലെ കഴിഞ്ഞുമൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ശുദ്ധമായ വെള്ളമായതുകൊണ്ട് ഇതിനകത്ത് ഇടുക്കി ഡാമിലെ മീനാണ് ഏറ്റവും ടേസ്റ്റുള്ള മീനുകൾ കിട്ടാറുള്ളത്. നമുക്ക് പൊതുവെ ഇവിടെ വരുന്ന മീനുകളെല്ലാം ഐസൊക്കെ ഇട്ട് അമോണിയൊക്കെ ചേർത്തെന്നൊക്കെ പറഞ്ഞ് പല മീനുകളും വന്നിട്ട് സർക്കാർ പിടിച്ച് കുഴിച്ചു മൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ അന്നന്ന് കിട്ടുന്ന മീന് അന്നന്ന് ചിലവായി പോകുന്നതേ ഉള്ളൂ. അത് എത്ര കിലോ ഉണ്ടായാലും അന്നന്ന് വരുന്ന മീൻ അന്നന്ന് മിക്കവാറുള്ളതെല്ലാം ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ ഇടുന്നുണ്ട്. രാവിലെ എത്ര കിലോ മീനുണ്ടോ അത്രയും കിലോ മീനിന്റെയും വാട്സപ്പിൽ ഇടുന്നുണ്ട്. വില ഇടുന്നുണ്ട്. മുറിച്ചും കൊടുക്കും. കിട്ടുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ കട്ട്ള, രോഹു, ചേറ്, കണമ്പ്, ഗോൾഡ് ഫിഷ് എല്ലാ ഇനവും തന്നെയുണ്ട്. 10 കിലോയ്ക്ക് മേലോട്ടുള്ളതൊക്കെ വരുന്നില്ലേ? 10 കിലോയ്ക്ക് മുകളിലോട്ടുള്ള എല്ലാ കട്ട്ളയും. കട്ട്ള വരുന്നതെല്ലാം 10 കിലോയ്ക്ക് മുകളിലുള്ള കട്ട്ളയാണ് വരുന്നത്. മുറിച്ച് കൊടുക്കും. പീസാക്കി കൊടുക്കും. പിന്നെ 2 പേര് 3 പേര് കൂടി ഷെയറിന് വാങ്ങിച്ച് അവർക്കും വെട്ടി ഏത് രീതിക്കും കൊടുക്കും. മുറിച്ച് പീസാക്കി കൊടുക്കും. പിടിക്കാൻ പോകുന്നത് രാത്രി ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി കഴിയുമ്പോൾ വല കിട്ടുന്നു. പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിയൊക്കെ 3 മണിയൊക്കെ ആകുമ്പോൾ വള്ളത്തെ കയറും. വള്ളത്തെ പോയി വലയഴിച്ച് രാവിലെ 9 മുമ്പ് നമ്മുടെ സൊസൈറ്റി മീൻ കൊണ്ടുവന്ന് കൊടുക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊലുമ്പൻ ഫിഷർമാൻ സൊസൈറ്റി. അതിന്റെ കീഴിൽ സക്കേസാനു EDCയുടെ സബ് ഗ്രൂപ്പ്. ഞങ്ങൾക്ക് ഇവിടെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ എക്കോടെ ഏരിയയിൽ ഇത്ര കിലോമീറ്റർ ചുറ്റളവെന്ന് വെച്ചിട്ടുണ്ട്. ആ ചുറ്റളവ് ഏരിയയിൽ ഞങ്ങൾക്ക് 12 പേർക്ക് പിടിക്കാനുള്ള അധികാരമുള്ളൂ. പുറത്തുനിന്ന് മറ്റ് ആരും തന്നെ ഇല്ല. ഇന്നത്തെ മീൻ തീർന്നതാണ്. ഇന്ന് നേരത്തെ തന്നെ മൊത്തം ബുക്കിംഗ് ആയിരുന്നു. എല്ലാം തീർത്തു. കാട്ടുവിഭവങ്ങൾ എന്ന് പറയാൻ വിൽക്കുന്നുണ്ട്. ഇവിടെ തേന, ചെറുതേന ഇതെല്ലാം ഉണ്ട്. ചെറുതേന, പുൽത്തൈലം. എൻ്റെ പേര് അജി. ഞാൻ താമസിക്കുന്ന
കട്ടപ്പന കാഞ്ചിയാറ. കാഞ്ചിയാറ. എല്ലാ ദിവസവും അല്ല, ഇവിടെ 15 ദിവസം ഇവിടെ നിന്നിട്ട് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ വേറെ വീട്ടിൽ പോയി നിൽക്കും. 15 ദിവസം ഇവിടെയാണ്. ആ, സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ഓരോ വള്ളത്തേൽ. എല്ലാവരും ഞങ്ങൾ 12 പേരും 12 വള്ളമാണ്. 12 വള്ളത്തേലാണ് പോകുന്നത്. ഞങ്ങൾ 12 പേരും എല്ലാവരും ഒറ്റയ്ക്കാണ്. ആ, കാടിൽ ഒരു വള്ളത്തേൽ ഒരാൾ മാത്രം. ആ, അങ്ങനെയാണ് പോകുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ അറിയത്തില്ല. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ നാട്ടിൻപുറത്തുനിന്ന് തൊടുപുഴ ഭാഗത്തുനിന്ന് അടിമാലി ഭാഗത്തുനിന്നുള്ള ആൾക്കാരെല്ലാം വന്നിങ്ങനെ കരിമ്പം ഭാഗം എല്ലാം ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. അതെല്ലാം ഓൺലൈൻ ബുക്കിങ്ങാണ്. ഇതൊക്കെ പാർക്കാ. തൊട്ട് ഇതിന് താഴെയാ. ചാരനള്ളെന്ന് പറയും. ചാരൻ എന്ന് പറഞ്ഞ ഒരാൾ ആ അള്ളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആദിവാസി. ചാരനള്ള് പോവുക. എന്നാ കാണാമല്ലോ. ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് ചെറുതേന, വൻതേന, ഞൊടിയൽ തേന, പിന്നെ പുൽത്തൈലം, ഇങ്ങനെയുള്ള തേയിലപ്പൊടി. ഇത് മൂന്നാറ്. ഇത് കാട്ടുതേൻ. ഇത് അതെ. ഇത് 200 മില്ലി. 200 മില്ലി 150 രൂപ. 150 രൂപ. ഇത് 300 മില്ലി 250 രൂപ. അല്ല, 225 രൂപ. 225 രൂപ. യൂക്കാലി തൈലം. ഇത് യൂക്കാലി തൈലം. അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മറയൂരിന്ന് വരുന്ന ഫോറസ്റ്റ് ബന്ധപ്പെട്ട് തന്നെ വരുന്ന മറയൂര്. പ്യൂരിറ്റിയോട് കൂടി നൽകുന്നത്. അതെ അതെ. ഇത് മൂന്നാർ എസ്റ്റേറ്റിന്റെ കാട്ടിലെ വനത്തിലെ ഉള്ളിലെ ചായപ്പൊടി. ഇത് ടിന്നില് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം അനുഭവങ്ങള് വാങ്ങാവുന്ന ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ തെള്ളി അത് കുന്തിരിക്കത്തിന് ഉപയോഗിക്കുന്നത്. കുന്തിരിക്കത്തിന് പകരമുള്ള തെള്ളി ഉപയോഗിക്കുന്നത്. അതേ ഉപയോഗം തന്നെ പകരം. അത് അപ്പുറത്തെ എക്കോ ഷോപ്പിലുണ്ട്. എക്കോ ഷോപ്പ് ഈ തൊട്ടപ്പുറത്ത് കൊലുമ്പൻ സ്മാരകത്തിന് നേരെ ഫ്രണ്ടില്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കെയർ ഓഫിൽ തന്നെ. പിന്നെ ഇപ്പൊ നെല്ലിക്കയുടെ സീസൺ ആയി കഴിഞ്ഞു. അതുകൊണ്ട് നെല്ലിക്ക ഇപ്പൊ കുറവാണ്. ഈ വർഷം കുറവാണ്. അതുകൊണ്ട് നെല്ലിക്ക കുറവുണ്ട്. വിഭവങ്ങളായിട്ട് നെല്ലിക്കയുണ്ട്. ഇപ്പൊ കാണിച്ചു തന്ന ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഈന്തങ്ങ ഉണ്ട്. ഈന്തങ്ങ സമയാസമയങ്ങളിൽ അപ്പൊ തന്നെ കൊടുത്തു. ഇപ്പൊ നിലവിൽ സ്റ്റോക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നേരം എത്തിച്ചേരും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ കാണാം. മീൻ വിൽപ്പനശാലയോടും ഈ എക്കോ ഷോപ്പിനോടും ചേർന്ന് തന്നെ ഒരു ചാരനള്ള ഗുഹയുണ്ട്. ആ ഗുഹ കാണിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഗുഹ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അന്നേരം ട്രക്കിങ്ങിനായിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവർ ട്രക്കിങ്ങിനൊക്കെ പോവുകയാണ്. ഇവിടെ നിന്നാണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത്. കുറച്ച് താഴോട്ട് കൽപ്പടവുകൾ ഇറങ്ങി വേണം ഈ ചാരനള്ള ഗുഹയിലോട്ട് എത്താനായിട്ട്. ചാരൻ എന്നുള്ള ഒരു ആദിവാസി പണ്ട് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എല്ലായിടത്തും നല്ല രീതിയിൽ കൽപ്പടവുകൾ പണിതിട്ടുണ്ട്. അതോടൊപ്പം ഹാൻഡ് റെയിലുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു പാറയുടെ അടിഭാഗത്താണ് ഈ ഗുഹ എന്ന രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം. നമ്മളിപ്പോൾ ഏകദേശം ഈ വലിയ പാറയുടെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നതായിരുന്നു. ശരി. ഒരാളെങ്ങനെ കുറെ നാൾ താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഒരു 10-15 അടി അകലത്തിലോട്ട് പോയി കിടക്കാം. 15 അടി അകലം. ഈ ഭാഗം കണ്ടോ, മുകളിലോട്ട് വളഞ്ഞ് ഒരാൾക്ക് കിടക്കത്തക്ക രീതിയിൽ കടന്നു പോകാനുള്ള രീതിക്ക് ഇങ്ങനെ വളഞ്ഞ് ഗുഹ. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമൊക്കെ തന്നെയാണല്ലേ. അതെ അതെ അതെ. ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. മീനാണ് മെയിൻ. മുകളിലോട്ട് നോക്കിയാൽ പാറ വളഞ്ഞിരിക്കുകയാണ്. ഏത് മഴക്കാലത്ത് പോലും ഇവിടെ നനയത്തില്ല. ചേലവള്ളി, പാൽവള്ളി,
വിലയുള്ള വള്ളിയാണ്. ഇത് കണ്ടില്ല, ഊഞ്ഞാല് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് ഊഞ്ഞാലാ. പാലവള്ളിക്ക് തന്നെ കെട്ടിയേക്കുന്ന ഊഞ്ഞാല. പിന്നെ ഇതിലിങ്ങനെ ആടുവോ, എന്ത് വേണേലും ചെയ്യാത്. അത്യാവശ്യം ഇവിടെ ഇറങ്ങി വരണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോട് കൂടി ഇറങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഉപജീവന മാർഗം. ഇതിപ്പോ 7 വർഷമായി തുടങ്ങി. ടെൻഷനായിട്ടില്ല. സൊസൈറ്റിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലാണ് ഞങ്ങളുടെ എല്ലാ അക്കൗണ്ടിങ്ങും ഇടപാടുമെല്ലാം നടക്കുന്നത്. അന്നുള്ള പൈസ അന്നന്ന് ബാങ്കിലിടും. 15 പക്കം ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. 1% സൊസൈറ്റി പിടിക്കും. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും വലയെടുക്കാനോ വെള്ളത്തിനോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ലോണായിട്ട് തരും. അത് പലിശ വേണ്ട. നമ്മളിത് 3 മാസം കൊണ്ട് തിരിച്ചടയ്ക്കും. സെക്ഷൻ ഓഫീസിൽ നിന്ന് ഒരാളെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട്. സാറിൻ്റെ പേര് ആനന്ദൻ സാറ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഇവിടെ തലേ ദിവസത്തെ മീൻ പിറ്റേ ദിവസം കൊടുക്കാറില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കത്തില്ല. അങ്ങനെയുള്ള ഇടപാടൊന്നുമില്ല. അങ്ങനെ രാവിലെ കിട്ടുന്ന മീൻ കൊണ്ടുവരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തീരും. മിക്കവാറും ഉള്ളതെല്ലാം ഓൺലൈൻ വഴിയാണ് ബുക്കിങ്ങാ. തലേ ദിവസം ബുക്കിങ്ങാ. അന്നേരം ഫോൺ നമ്പർ പറയാം. 96 56 75 16 76. സൊസൈറ്റി ഈ നമ്പറിൽ വിളിച്ചാൽ മതി. സൊസൈറ്റിയുടെ ആണെന്നും എല്ലാം അറിയാൻ പറ്റും. ബുക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഗോൾഡ് ഫിഷ്, ചേറ് അങ്ങനെയുള്ള മീനുകളെല്ലാം 300 രൂപ വിലയ്ക്കും കട്ടള, രോഹു 250 രൂപ വിലയ്ക്കുമാണ് ഇവിടെ സൊസൈറ്റി വിൽക്കുന്നത്. വലിയ മീൻ മുറിച്ച് പീസാക്കിയാൽ 300 രൂപ. മൊത്തത്തിലാണെങ്കിൽ 250 രൂപ. വിഷാംശമില്ലാത്തതും പഴക്കമില്ലാത്തതുമായ ഫ്രഷ് മീനുകൾ ഇവിടെ കിട്ടുമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇടുക്കിക്കാർക്ക് ഭൂരിഭാഗം ആളുകൾക്ക് പോലും ഈ ഒരു മീൻ വിൽപ്പനയെക്കുറിച്ചും ചാരനള്ള് ഗുഹയെക്കുറിച്ചും ഇവിടെ നിന്നുള്ള ട്രെക്കിങ്ങിനെക്കുറിച്ചും ഒന്നും അറിവില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടായാലും കേട്ടറിഞ്ഞ് നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഇവരുടെ ഒരു ഉപജീവന മാർഗമാണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ.